ഈ ഒരു അടിപൊളി ജിമിക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ALG ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കമ്മൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്ലൂ കളറിലെ റൗണ്ടും ഐ ഷേപ്പിലെ കുന്തൻ സ്റ്റോൺസും റൗണ്ട് വൈറ്റ് കളർ സ്റ്റോൺസ് ഉപയോഗിച്ചാണ്. പിന്നെ ജുംക്കയുടെ ബേസും ഇതുപോലെ സിൽക്ക് ത്രെഡും ആണ് വേണ്ടത്. ഇപ്പോൾ ബ്ലൂ കളർ സ്റ്റോൺസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഞാൻ ബ്ലൂ കളർ സിൽക്ക് ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ് ഇതുപോലെ കുറേ സ്ട്രാൻഡ്സിൽ എടുക്കുക. അത് സ്ട്രാൻഡ്സ് എത്രയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇനിയൊന്നും നോക്കിയില്ല. ജസ്റ്റ് എനിക്ക് തോന്നി അത്ര ഞാൻ എടുത്തതാണ്. എന്നിട്ട് ജുംക്കയുടെ ബേസിൽ ആദ്യം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ സിൽക്ക് ത്രെഡിൻ്റെ ആ സ്ട്രാൻഡിൻ്റെ അറ്റം അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ സിൽക്ക് ത്രെഡിൻ്റെ ഒരു അറ്റത്ത് സൂചി കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഹോളിൽ കൂടെ കയറ്റി ഇറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, എന്നാലേ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് ഇത്ര ടാസ്ക്കാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഇടയിലാണെങ്കിൽ സിൽക്ക് ത്രെഡ് എൻ്റെ ട്രൈപോഡിൻ്റെ അഡ്ജസ്റ്റിംഗ് നോബില്ലേ അവിടെ കുടുങ്ങിയിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമായിരുന്നു. അപ്പം ഇങ്ങനെ ട്രൈപോഡിൽ ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നത് കൊണ്ട് ഞാൻ രണ്ടാമത്തത് ചെയ്തെടുത്തത് ഓഫ് ക്യാമറ ആണ് കേട്ടോ. ഓഫ് ക്യാമറ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് പണി കഴിഞ്ഞു കേട്ടോ. ജുംക്ക ബേസൊക്കെ കുറേ നാളായിട്ടോ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട്, പക്ഷേ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് പല പല സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാൻ വാങ്ങിച്ചത് ഒരു മീഡിയം സൈസും ഇതിലും കൂടി ഇത്തിരി വലുതിയ ഒരു സൈസും കൂടിയാണ് കേട്ടോ. ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന കടകളിലൊക്കെ ഈസിലി അവൈലബിൾ ആണിത്. നേരത്തെ പറഞ്ഞതുപോലെ ട്രൈപോഡിൽ ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നത് കൊണ്ട് ഞാൻ ഓഫ് ക്യാമറ ആണ് കേട്ടോ ഇത് ചെയ്തെടുത്തത്. എന്നിട്ട് ബാക്കിയുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് ചുറ്റി തീർന്നു കഴിയുമ്പോൾ ബാക്കി വരുന്ന ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് അത് അകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം അകത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ പുറത്തേക്ക് വരുമായിരുന്നു ത്രെഡുകൾ. പിന്നെ രണ്ടാമത് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് എല്ലാ ത്രെഡും അകത്തേക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം നമുക്കെടുത്ത് സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് റൗണ്ട് വൈറ്റ് കളർ സ്റ്റോൺസ് ആണ് കേട്ടോ. ഈ ഒരു ബേസിൽ സിൽക്ക് ത്രെഡ് ചുറ്റിയിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. പക്ഷേ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കാണില്ലേ, ആ ഗ്യാപ്പിൽ വൈറ്റ് കളർ കാണുമല്ലോ ബേസിൻ്റെ കളറ്. അതുകൊണ്ടാണ് ഞാൻ സിൽക്ക് ത്രെഡ് ചുറ്റിയിട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺ ചെയിനോ ബോൾ ചെയിനോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ച് ചെയ്യുവാണെങ്കിൽ ആ സ്പേസ് ഒന്നും കാണില്ല കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റോൺസ് വെച്ച് ചെയ്യുമ്പോൾ ഐ ഷേപ്പിലെ സ്റ്റോൺസ് ഇല്ലേ അതിൻ്റെ ഇടയിൽ കൂടി കാണും. അതുകൊണ്ടാണ് ഞാൻ സിൽക്ക് ത്രെഡ് മുഴുവനായിട്ട് ചുറ്റിയെടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലുള്ള DIY ഐറ്റംസ് എല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ വൈറ്റ് ലെയർ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ഈ ഐ ഷേപ്പിലുള്ള ബ്ലൂ കളർ സ്റ്റോൺ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ സെക്കൻഡ് ലെയർ ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലും ഞാൻ വൈറ്റ് കളർ സ്റ്റോണിൻ്റെ ലെയർ തന്നെയാണ് കൊടുത്തത്. പക്ഷേ വീഡിയോ ഞാൻ ഇടയ്ക്ക് പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോസ് മാറ്റാൻ മറന്നുപോയിരുന്നു. പിന്നെ തേർഡ് ലെയർ മുഴുവൻ ഒട്ടിച്ചു കഴിഞ്ഞ് ഫോർത്ത് ലെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ക്യാമറയിലേക്ക് നോക്കിയത്. അപ്പോൾ ഞാൻ ഫോർത്ത് ലെയർ ആയിട്ട് ഞാൻ വെച്ച് കൊടുത്തത് റൗണ്ട് ഷേപ്പിലുള്ള ബ്ലൂ കളർ സ്റ്റോൺ ആണ്. അപ്പോൾ ലാസ്റ്റ് ലെയറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡ്രൈ ആകാൻ വെക്കാം. എപ്പോഴും പറയുന്നത് പോലെ ഒരു 24 hours എങ്കിലും ഡ്രൈ ആകാൻ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അല്ലെങ്കിൽ ഓവർനൈറ്റ് എങ്കിലും എന്തായാലും വെച്ചിരിക്കണം. അങ്ങനെ ഞാനിവിടെ 2 എണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷമുള്ളതാണ്. ഈ ജുംക്ക ബേസിൻ്റെ ഹോളില്ലേ അത് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ബീഡ് എന്തെങ്കിലും വെച്ചാൽ മാത്രമേ അത് കറക്റ്റ് പ്ലേസിൽ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ബ്ലൂ കളർ ക്രിസ്റ്റൽ ബീഡാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇതുപോലെ വളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വളച്ചൊരു ഐപ്പിൻ്റെ ഐ ഇല്ലേ അതുപോലെയാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളയുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി വളച്ചു കൊടുക്കുന്നത്. വളച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയാണ് റൗണ്ട് നോസ് പ്ലയർ ഉപയോഗിച്ചത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ജുംക്ക ബേസ് ഒക്കെ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ ട്രഡീഷണൽ വെയേഴ്സ് ഒക്കെ നമ്മൾ ഇടുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ട് ഇതുപോലെ എളുപ്പത്തിൽ ജുംക്കയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ ജുംക്ക ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ആ സിൽക്ക് ത്രെഡ് മാത്രം മതി കേട്ടോ. വേറെ കുന്തൻ സ്റ്റോൺ ഒന്നും അതിൻ്റെ മുകളിൽ ഒട്ടിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ജുംക്ക ബേസിൻ്റെ പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതിൽ 5 പേരാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ജിംക്കി കമ്മലിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇനി വരും വീഡിയോകളിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വലിയ സൈസിലുള്ള ജിംക്കം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഐ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് വേണമെങ്കിൽ ഐ പിൻ തിരിച്ച് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിതാണ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിതെടുത്തത്. പിന്നെ ഇതിൻ്റെ സ്റ്റഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചില്ലല്ലോ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ ഇതിന് മുൻപ് വേറൊരു കമ്മൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ 2 സ്റ്റഡ് എക്സ്ട്രാ ഉണ്ടാക്കി കേട്ടോ. ആ ഒരു സ്റ്റഡാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡിൻ്റെ പുറകിൽ ആദ്യം കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റഡ് ബേസ് ഒട്ടിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു ഐ പിന്നും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, നമ്മുടെ ജുംക്ക ഇന്റർ കണക്ട് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമുക്ക്
ഞാൻ ഈ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ സെയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കസ്റ്റമൈസ്ഡ് പ്രോഡക്ട്സും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ സ്റ്റഡിലെ ഐ പിൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജുംക്ക അതിലേക്ക് ഇന്റർ കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ജുംക്ക ബേസ് ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള ജുംക്കാസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തേത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ രണ്ടാമത്തേതും കൂടി ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബ്ലൂ കളർ ബീഡ് തന്നെ വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുത്തറിയുന്നില്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ സിൽക്ക് ത്രെഡ് ചുറ്റണം എന്ന ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാം. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ അതുപോലത്തെ മോഡൽസ് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ജിമിക്ക് കമ്മൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇതാണ് പകൽ വെളിച്ചത്തിലുള്ള വ്യൂ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.